കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നടപടികൾക്കെതിരെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഫോണുകൾ പെരുമിക്കുക, പുറത്ത് അകത്തിറക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹത്തെ തന്നെയാണ് നിങ്ങളുടെ പരാതികളൊന്നും അഡ്രസ് ചെയ്ത പോലും ഇല്ലെന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, നടപടിയൊന്നും എടുത്തില്ല. ഇപ്പൊ കളക്ടർ കൊടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ തന്നെയാണ് പുതിയ ഒരു വലിയ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ലല്ലോ, പേര് വെക്കാൻ പറഞ്ഞത് റിട്ടേണിംഗ് ഓഫീസർ കോഴിക്കോട് കലക്ടർക്ക് പതിവ് പറഞ്ഞത്. ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ചല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഒരു പരാതിയും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. കമ്മീഷനെ കുറിച്ചില്ലായിരുന്നു, പക്ഷെ ഉദ്യോഗസ്ഥരെ കുറിച്ചുണ്ടായിരുന്നു. അല്ല, അത് അവർ ഡോക്യുമെന്റ് തുടരുകയുള്ളൂ. ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ടിനനുസരിച്ച് നടത്താൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുണ്ടായിട്ടുള്ളൂ. സീരിയസ് ആയിട്ടുള്ള സമീപനമുണ്ടാവും. രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള സീരിയസ് ആയിട്ടുള്ള സമീപനമാണ്. അതിൽ നിലവിൽ ഇരട്ട തുരങ്കം എന്നതായ ഒരു കൺസെപ്റ്റ് ആവിഷ്കരിച്ച് ശ്രീധര എന്ന നമ്മുടെ റീജിയണൽ ഓഫീസർ അതിൻ്റെ പ്രപ്പോസൽ മോർത്തിലേക്ക് കൊടുത്ത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. പ്രിയങ്ക ഗാന്ധി എല്ലാവരും അതിൻ്റെ പുറകിലുണ്ട്. അത് ഞങ്ങൾ MLA മാരുണ്ട്. നന്നായി അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ പലപ്പോഴും നമ്മുടെ വയനാട് ചുരത്തിലെ ഗതാഗതക്കുരുക്കിൽ അനുഭവപ്പെടുകയും അവിടെ പെടുകയും ഒപ്പം തന്നെ അതിൻ്റെ സമരമൊക്കെ നയിച്ചാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ 6, 7, 8 ചുരം വളവിൻ്റെ പ്രവർത്തനം അത് തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, 6, 7, 8 മാത്രമല്ല, 1-ാം വളവ് ബാക്കി 8-ന്റെ 9-ന്റെ ഇടയ്ക്ക് വീതി കുറഞ്ഞ സ്ഥലം ഉൾപ്പെടെ പല വീതി കുറഞ്ഞ സ്ഥലമുണ്ട്. അത് വിട്ടുകിട്ടാൻ പുതുതായി നമുക്ക് സ്ഥലം കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള വനംവകുപ്പിൻ്റെ നടപടികൾ ഒന്നത്. 2, ചുരം ബൈപ്പാസ് എന്നുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ ക്ഷണിച്ച് അവിടെ കിടക്കുകയാണ്. പിന്നെ അത് നടപടിയെടുത്തില്ല. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഫോളോ അപ്പും ആക്ഷൻസും ഒക്കെ ഉണ്ടാകും. ഒന്ന്, ഈ ചുരത്തിൽ കെട്ടിക്കിടന്ന് രോഗികൾ, സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ്. ആ പ്രശ്നത്തിൽ പല തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തില്ല. അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായ നടപടിയിലേക്ക്, തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകും. തുരങ്കപാത നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി നടക്കുന്നുണ്ട്. എന്താ സംശയം? ഏതാ അത് നമ്മൾ തമ്മിൽ അവിടെ നിന്നായിരിക്കും കണ്ട ലാസ്റ്റ്. സീരിയസ് ആയിട്ടുള്ള സമീപനം ഉണ്ടാവും. നഷ്ടപരിഹാരത്തിന്റെ കാര്യം ഉൾപ്പെടെ എല്ലാം ആലോചിക്കും. അതില് യോഗം ഇതുവരെ ഞങ്ങൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ചേർന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ യോഗം ചേരും, അതിന് സ്കീം തയ്യാറാക്കും, അതിൽ ഓപ്പറേഷൻസ് ഉണ്ടാകും, സമയബന്ധിതമായ നടപടി ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇപ്പൊ ഫെൻസിങ്ങിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്, ഫെൻസിങ്ങിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ട്രെഞ്ചിങ് വേണ്ടത് അത് വേണ്ടി വരും, വാൾ ബിൽഡിംഗ് വേണ്ടത് അത് വേണം, വാളിന്റെ മേലെ ഫെൻസിങ് വേണ്ടതുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള സമയബന്ധിതമായിട്ടുള്ള സമീപനമുണ്ട്. പണം വലിയ ബുദ്ധിമുട്ടാണ്. ആ പണം കണ്ടെത്താനുള്ള ശ്രമകരമായ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, കുത്തഴിഞ്ഞ് കിടക്കുക, ശ്രമകരമായ മാനേജ്മെന്റ് ഉണ്ടാവും. സാധ്യമായ എല്ലാ നടപടികളെ കുറിച്ചും ആലോചിക്കും. അല്ല, ഞാൻ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ച മീഡിയയോടും ഇപ്പോൾ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. പക്ഷെ അവരെ പഠനവും മുടങ്ങാറില്ല. കോഴിക്കോട് നിന്ന് മന്ത്രിയില്ലെന്ന് കരുതി കോഴിക്കോട് വികസനം മുടങ്ങില്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ പ്രശ്നത്തിന്